ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബീട്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കൂ. ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്യുക. 1 ടീസ്പൂണ് നെയ്യ്, 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് 5 മിനിറ്റ് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ആയിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റാം. 1/2 കപ്പ് പഞ്ചസാര മിക്സ് ചെയ്യുക. ഈ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി വരട്ടെ. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര അതിനെയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വരണം. ചെറിയ രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 3 ഗ്രാമ്പു, 2 ഏലക്കായുടെ കുരു, പഞ്ചസാര നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സി ജാറിലേക്ക് 2 മുട്ട നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കുക. മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടിച്ചെടുക്കുക. ഇനി ഈ അടിച്ചെടുത്തതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ മിക്സ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ അടിച്ചു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായി ഒന്ന് അരിച്ചെടുക്കുക. കുക്കറിൽ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് തടവി കൊടുക്കുക. കുറച്ച് മൈദ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത ശേഷം ഇതിന് മേലേക്ക് കുറച്ച് കാഷ്നട്ട് വെച്ച് കൊടുക്കുക. വിസിലൂരി മാറ്റിയ ശേഷം മൂടി കൊണ്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസുമേക്ക് വെച്ച് കൊടുക്കുക. ഗ്യാസുമേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് കേട്ടോ. അങ്ങനെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് നന്നായി ഒന്ന് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.